ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. രാവിലെ ആണെങ്കിൽ ഇപ്പം ചൂട് മാറി നല്ല മഴയാണ്. അപ്പൊ ഇത് നമ്മുടെ റൂം ഡെക്കർ സീരീസിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അലമാരിയാ വൃത്തിയാക്കിയെങ്കിൽ ഇന്ന് നമ്മൾ റൂം മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കാൻ പോവാം. അപ്പൊ അടുത്ത വീഡിയോ തൊട്ടാണ് നമ്മുടെ ഓരോ ആക്സസറീസിന്റെ പാർട്ടായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് ഇട്ടേക്ക്. ഞാൻ ഈ റൂം തൽക്കാലം ഇപ്പൊ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പെയിന്റ് ചെയ്യുന്ന ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ഈ റൂമിൽ സെറ്റ് ചെയ്യുന്നതാണ്. ചിലന്തുവലയൊക്കെ ഞാൻ അടിച്ചു വാരി, ഫാനിന്റെ മണ്ടയ്ക്ക് വരെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ തൂത്തെടുത്തു. അങ്ങനെ മണ്ടയ്ക്ക് പോയി വാക്യൂം ക്ലീനർ എടുത്ത് വന്നപ്പോഴാണ് ഞാൻ ട്വിസ്റ്റ് മനസ്സിലാക്കിയത്, കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് കറണ്ടും വന്നു. അങ്ങനെ വാക്യൂം ക്ലീനർ എടുത്ത് ഞാൻ പണി തുടങ്ങി. ഈ സാധനം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് മുക്കി തുടച്ചാൽ നല്ലോണം ഭിത്തിയിൽ അടിച്ചു. ഈ റൂമിലെ ഭിത്തിയിലെ പപ്പാതി അഴുക്കും ഞാൻ ഇങ്ങനെ മാറ്റിയത്. അങ്ങനെ ഭിത്തിയും വൃത്തിയാക്കി അമ്മയെ കൊണ്ട് തുടപ്പിക്കുകയും ചെയ്തു. അതെല്ലാം ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ തുടച്ചതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ തൂത്ത് എൻ്റെ ഒരു സമാധാനത്തിൽ ഈ റൂമിൽ നിന്ന് കൊണ്ടുപോയ മണി പ്ലാന്റും തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ സേഫ് ആക്കി. ഈ മീന് പേരിടാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിന്റെ പേരിൽ തന്നെ ആ ഗാംഭീര്യമുണ്ട്. ഇനിയും കിടക്കാൻ ബെഡ് വേണ്ടേ, അങ്ങനെ ഞാൻ പോയി ബെഡ് എടുത്തുകൊണ്ട് വന്നു. എൻ്റെ മൈൻഡിലെ പ്ലാൻ അനുസരിച്ച് എവിടെയായിരുന്നോ ബെഡ് കിടക്കേണ്ടത് അതുകൂട്ടി ഞാൻ ഇട്ട്. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് കുറെ അളിഞ്ഞ് കഴിഞ്ഞ് ഞാൻ സമാധാനത്തെ പോയി അതങ്ങ് വിരിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ റൂം കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിച്ചേരിക്കും. അങ്ങനെ നമ്മുടെ ടേബിളും പിടിച്ച് റൂമിൽ കൊണ്ടിട്ട് ഇതെല്ലാം ചെയ്തതിന്റെ ഭംഗി ആലോചിച്ച് ഞാൻ അങ്ങ് നിന്നു. ഒരു പോസിറ്റീവ് എനർജി, ഒരു പീസ്ഫുൾ മൈൻഡ് എനിക്ക് ഈ റൂം കണ്ടപ്പോൾ കിട്ടി. പക്ഷേ നമ്മൾ വാങ്ങിച്ച സാധനം ഒന്നും ഇവിടെ വെച്ച് തുടങ്ങിയത് പോലും ഇല്ല. അതെല്ലാം ഇനി സെറ്റ് ചെയ്യണം. അതൊക്കെ ആയിട്ട് അടുത്ത പാർട്ടി വരാം. അതുവരേക്കും ഗുഡ് ബൈ.